ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സാബുമോൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാബുമോന് നേരെ ചൊവ്വയൊന്നും സംസാരിക്കാൻ അറിയത്തില്ലേ. ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്ന് ഒരു ധാരണയില്ല കേട്ടോ. രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നായകനെയും വില്ലനെയും ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ സാബുമോൻ വരുന്നുണ്ട്. ഇവിടെ നായികയോ അല്ലെങ്കിൽ നായകനോ അങ്ങനെ ആരെങ്കിലും ഒരാളെ പറയാനായിരുന്നു ടാസ്ക് കൊടുത്തിരുന്നത്. ഒരാളെ പറഞ്ഞാൽ മതിയല്ലോ നായകനായിട്ട്. അങ്ങനെ സാബുമാൻ പറയുന്നത് അനുമോളെയാണ് നായികയായിട്ട് പറഞ്ഞത്. അനുമോളാണ് ഈ സീസണിലെ നായിക. പിന്നെ ഇവരിൽ വില്ലന് പകരം വില്ലത്തി എന്ന് പറയുന്നത് നമ്മുടെ നെവിനെയാണ് കേട്ടോ. അത് നെവിന് അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തന്നെ വില്ലൻ എന്ന് പറയാതെ വില്ലത്തി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എനിക്ക് വില്ലനായിട്ടല്ല വില്ലത്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മുടെ സാബുമാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ എന്തിനു അങ്ങനെ പറഞ്ഞു എന്ന് നെവിൻ പിന്നീട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാബുമാൻ പറയുന്നത് കേൾക്കണേ. എന്തോ സാബുമാന്റെ തലയിൽ ആൾതാമസില്ലാത്ത പോലെയാണ് കേട്ടോ. അതായത് നിനക്കൊരു ഫെമിനിയൻ ടച്ച് ഉണ്ട്, നീ അങ്ങനെയാണ് സംസാരിക്കുന്നത്, നിന്റെ എല്ലാ ഒരു ഭാവവും അങ്ങനെ തന്നെയാണ്, അതുകൊണ്ടാണ് നിന്നെ വില്ലത്തിയായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ അങ്ങനെ പറയരുത്, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സമയം ലക്ഷ്മിയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങനെ പറയരുത്, അവൻ ഇവിടെ വന്നത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഈ ചില പുരുഷന്മാർക്കുണ്ടല്ലോ ഒരു സ്ത്രൈണത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്വഭാവം കാരണം സമൂഹത്തിലായിക്കോട്ടെ അവർ ആ ഒരു ജനിച്ച നാൾ തൊട്ടും അത് സമൂഹമായിട്ട് ഇടപഴകുന്ന സമയം തൊട്ട് തന്നെ അവർ ഒരുപാട് അപമാനമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഇവരെ പോലുള്ളവർ ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുന്നത്. ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ നെവിൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സാബുമോന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ നെവിൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല, തന്നെ ഒരു പുരുഷനായിട്ട് കാണണം, അതുപോലെ തന്നെ തന്നോട് സംസാരിക്കണം എന്നൊരാഗ്രഹം അയാൾക്കുണ്ട്. അയാളുടെ സ്വഭാവത്തിൽ ഒരു സ്ത്രൈണത എന്ന് പറയുന്നത് അയാൾ അറിഞ്ഞോണ്ട് വരുത്തി വെച്ച സംഭവം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ കൂടെ ഉള്ളവർ അത് മനസ്സിലാക്കണം. ഇവിടെ നെവിൻ ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ സാബുമോന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ സാബുമോന് ഇല്ല കേട്ടോ. ഇതാണ് സാബുമോന്റെ സ്വഭാവമെങ്കിൽ നമ്മുടെ വന്ന നാള് തൊട്ട് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിരിക്കുടുക്ക ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സാബുമോന്റെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ.